യു നീഡ് ടു ടേക്ക് യുവർ ഡെസിഷൻസ്. കാരണം അവർക്ക് മനസ്സിലായി എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് ഞാൻ അങ്ങനെ പോവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യും, ഇപ്പം ഈ പേഴ്സൺ എന്നെ ഇത്രയും കെയർ ചെയ്യും, ഈ പേഴ്സൺ എന്നെ ഇത്രയും സ്നേഹിക്കും. അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് റിലേഷൻഷിപ്സ്. ഓക്കെ, ഇപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് ഐ ഡു ഹാവ് കുറേ ഫ്രണ്ട്സ് അല്ല, വളരെ കുറച്ച് സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റെ സ്പേസ് ഉണ്ട്. കാരണം ഞാൻ കുറേ ലെയേഴ്സ് പോയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്, വെരി പ്രൗഡ്. ഇപ്പം ഞാൻ ആരൊക്കെ എന്നെ ജഡ്ജ് ചെയ്താലും ആരൊക്കെ എന്ത് എന്നെക്കുറിച്ച് പറഞ്ഞാലും അതൊന്നും എന്നെ ബോദർ ചെയ്യുന്നേ ഇല്ല. But what did you learn from it? Well, you talked about emotional independence. എന്താണ് ഫോർ യു ഇമോഷണൽ ഇൻഡിപെൻഡൻസ്? ബിക്കോസ് പലപ്പോഴും ആൾക്കാർ എല്ലാവരും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് സംസാരിക്കും, പക്ഷേ ഇമോഷണൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് അധികം സംസാരിക്കാറില്ല. സോ ക്യാൻ യു എക്സ്പ്ലെയിൻ? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡെസിഷൻസ് എടുക്കാൻ പറ്റുക, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഡെസിഷൻസ് എടുക്കുക. ഞാൻ അങ്ങനെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കും എന്ത് ചെയ്യണം. ഫൈനൽ കോൾ എൻ്റെയാണ്, പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞൊരു 23-24 ആയപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നടപടിയാവില്ല, ആ പ്രായമൊക്കെ കഴിഞ്ഞു, ഇനി എല്ലാം സ്വന്തമായിട്ട് എടുക്കണം. കാരണം ഞാൻ ഓട്ടോമാറ്റിക്കലി അവരാരും പ്രഷറൈസ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അറ്റാച്ച്ഡ് ആയ ഞാൻ ഭയങ്കര, എനിക്ക് അങ്ങനത്തെ ഡിപ്പെൻഡൻസ് ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കണം. അവരെൻ്റെ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി, അവർ ഇൻറ്റൻഷനലി ആ ഒരു ഡിറ്റാച്ച്മെന്റ് കാണിച്ചു തുടങ്ങി. യു നീഡ് ടു ടേക്ക് യുവർ ഡെസിഷൻസ്. കാരണം അവർക്ക് മനസ്സിലായി എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് ഞാൻ അങ്ങനെ പോവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ട്രാവലിംഗ്, ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫോർ മൈ ബിസിനസ്. ഇതൊക്കെ ആയപ്പോൾ എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി വന്നു തുടങ്ങി. ഇറ്റ്സ് ഓക്കെ, ഞാൻ കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇറ്റ്സ് ഫൈൻ, എനിക്കിതാണ് വേണ്ടത്. അപ്പം നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. ലൈഫ് ഡിസിഷൻസിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാന്നില്ല. എനിക്കിതാണ് വേണ്ടത്, അത് വരുന്നവരെ ഐ ക്യാൻ വെയിറ്റ് എന്നുള്ള രീതിക്ക്. പിന്നെ ഒരു പീസ് ഇല്ലേ, പീസ് ഇസ് എ ബിഗ് പാർട്ട് ഓഫ് യു. വെരി മച്ച്. എനിക്കല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കാനേ പറ്റില്ല ചേച്ചി. എനിക്ക് സമാധാനം ഇല്ല, എനിക്ക് നന്നായിട്ട് ഉറങ്ങണം. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടിട്ടുണ്ടോ വെ യു ആക്ച്വലി ലോസ്റ്റ് ദാറ്റ് പീസ്? ബിക്കോസ് പലപ്പോഴും നമുക്കൊരു സാധനം ഇല്ലാതാകുമ്പോഴാണ് നമ്മളതിൻ്റെ വാല്യൂ അറിയുന്നത്. ഹാസ് ദെയർ ബീൻ എനി സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ്? ബിക്കോസ് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യു ഹാവ് എ ലൈഫ് ദാറ്റ് ഇസ് ജസ്റ്റ് യുനോ ബെഡ് ഓഫ് റോസസ് എന്ന് പറയില്ലേ, അതെപ്പോഴും നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ചേച്ചി. ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഈ എഴുതുന്നവർക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്കോ അറിയില്ല അവർക്ക് എന്താണ് അവരുടെ ഉള്ളിൽ പോകുന്നത്. അവർക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ എല്ലാവരും വി ആർ ഓൾ ഹ്യൂമൻസ്, റൈറ്റ്? അപ്പോൾ ആ ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് വിൽ ബി ജഡ്ജിങ് പീപ്പിൾ. Was there anything in your life ever that completely challenged your peace of mind? Is there anything that you can share with us? യെസ്, കാരണം ഇപ്പം ചിലപ്പോൾ ചില വർഷങ്ങളിൽ നമ്മൾ സിനിമ ചെയ്യാതിരിക്കുന്ന സമയമുണ്ട്. സിനിമ ചെയ്യാതിരിക്കുന്ന സമയം ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിലാണ്. ഫാമിലിയുടെ അക്കൗണ്ട്സ്, കാര്യങ്ങൾ, എക്കണോമി അതൊക്കെ ഡിഫറെൻറ്റ്. പക്ഷെ ആസ് എൻ ഇൻഡിവിജ്വൽ ഇപ്പം സിനിമ ചെയ്യാത്ത സമയത്ത് കാശ് എങ്ങനെ വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാശ് എങ്ങനെ വരും? ഒരു വർഷത്തിൽ നമുക്ക് കാശില്ലെങ്കിൽ നമ്മൾ ജീവിക്കണ്ടേ? ഇപ്പം പീസാണ് വലുത്, ഏറ്റവും ഇതാന്ന് പറഞ്ഞാൽ കാശ് തന്നെയാണ്. മണി ഈസ് മണി. അപ്പോൾ കാശില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന അവസരങ്ങളുണ്ട്. പിന്നെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇനി തിരിച്ചു കിട്ടുമോ? ഇപ്പം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ചില സമയത്ത് ഗീവ് അപ്പ് ചെയ്താലോ എന്ന് വരെ തോന്നിയ അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ പീസിനെ എഫക്റ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി എപ്പോഴും ഒരു ഹാപ്പി ഒരു ഫേസ് തന്നെ ആവണം എന്നില്ല, പക്ഷെ മാക്സിമം അതൊക്കെ മാറ്റിയിട്ട് മര്യാദയ്ക്ക് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ നോക്കും. Is there any trait in you, maybe early on in your life, that you ഇപ്പോൾ ഞാൻ ആ ഒരു ഫേസിൽ നിന്ന് മാറി, അല്ലെങ്കിൽ എന്നിൽ ആ ട്രേറ്റ് ഇല്ല now anymore and I'm happy about it എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ട്രേറ്റ് ഉണ്ടോ that you have discarded, so to say?
ഇനി എൻ്റെ പേഴ്സണാലിറ്റിയിൽ ആ ഒരു സ്വഭാവം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ പണ്ട് വിചാരിക്കും ഞാൻ വിചാരിക്കുന്ന പോലെ അയാള് തിരിച്ച് പെരുമാറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യും ഇപ്പം ഈ പേഴ്സൺ എന്നെ ഇത്രയും കെയർ ചെയ്യും, ഈ പേഴ്സൺ എന്നെ ഇത്രയും സ്നേഹിക്കും. അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് റിലേഷൻഷിപ്സ്, ഓക്കെ, ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആവാം ഒക്കെ ആയിരിക്കും. ഞാൻ ഇന്ന സമയത്ത് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് കേൾക്കും. എല്ലാവരും നല്ല ലിസണേഴ്സ് ആയിരിക്കും. അങ്ങനത്തെയൊക്കെ എനിക്ക് കുറച്ച്, കാരണം അത്രയും ക്ലോസസ്റ്റ് ആളുകളായിരുന്നു. ഓക്കെ. അപ്പോൾ ഈവൻ മൈ സിസ്റ്റർ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എക്സ്പീരിയൻസസ് കൊണ്ട് മനസ്സിലായി, ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, ഇൻഡിവിജ്വൽ സ്പേസസ് ഉണ്ട്. ഈവൻ മൈ സിസ്റ്റർ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കണം എന്നില്ല. ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആളുകളെ നഷ്ടമാവുന്നതാണ്. ബട്ട് ഐ ഹവ് ഗോട്ട് മെനി ന്യൂ പീപ്പിൾ ഇൻ മൈ ലൈഫ്. അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഈസ് ഡിഫറെൻറ്റ്, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. അത് ആക്സെപ്റ്റ് ചെയ്യൂലേ, ദാറ്റ് ആക്സെപ്റ്റൻസ്. ഇതിങ്ങനെയാണ്, ആളുകൾ ഡിഫറെൻ്റ് ആണ്, നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ആ ഡിറ്റാച്ച്മെൻറ്റ് കുറച്ച് മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് തുടങ്ങി. അതെൻ്റെ നല്ല സ്വഭാവം മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ആരെയും കമ്പൽ ചെയ്യില്ല, ഒരു കാര്യം ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യാറില്ല. പറയും അത് ചെയ്യണം എന്ന് പറഞ്ഞ് പറയാറില്ല ആരടുത്തും. എനിക്കിങ്ങനെ ചെയ്താൽ നന്നാവും തോന്നുന്നുണ്ട്, യു ഡു ഇഫ് യു വാണ്ട്. ഇപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ ഞാൻ അങ്ങനെയാണ് പറയണേ, കാരണം അവരൊക്കെ ഇൻഡിവിജ്വൽസ് ആയി, സെപ്പറേറ്റ്. ആൻഡ് യുവർ പേരൻസ്, ഞാൻ പലപ്പോഴും ഫോട്ടോസും പിക്ചേഴ്സും വീഡിയോസും എല്ലാം കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കര ക്ലോസ് നെറ്റാണ്, യുവർ ഡാഡ് ആൻഡ് യുവർ മോം. ഇസ് ഇറ്റ് ദിസ് കൈൻഡ് ഓഫ് എ സ്റ്റാൻഡേർഡ്, ഈ ഒരു ഹൈ സ്റ്റാൻഡേർഡ് അവർ സെറ്റ് ചെയ്തതാണോ ദാറ്റ് ഡെറ്റേഴ്സ് യു ഫ്രം പ്രോബബ്ലി ചൂസിങ് വൺ പേഴ്സൺ? കാരണം ഈ ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെക്ടേഡ് ലെവൽ മീറ്റ് ചെയ്യാൻ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുമായിരുന്നു. ആൻഡ് ഐ വാസ് ഫീലിംഗ് സോ ഹാപ്പി ലുക്കിംഗ് അറ്റ് ദാറ്റ് വീഡിയോ. ആ ഒരു റിലേഷൻഷിപ്പ് സോ ബ്യൂട്ടിഫുൾ. What do you want to carry forward from that relationship? ഇവരുടെ ബോണ്ട് ഭയങ്കര രസമാണ്. അച്ഛനും അമ്മയും ഈ പുറത്തുനിന്ന് വഴക്കിട്ടോ ഒരു ആർഗ്യുമെന്റ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് ആ ക്ലോസ് ഡോസിനകത്ത് അവർ തീർക്കും. പിള്ളേരുടെ മുന്നിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരില്ല. പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ ഏറ്റവും നല്ല ഗുണം എന്ന് തോന്നിയിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. A family that eats together stays together എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ചെന്ന് പറയാം. ഇപ്പം നമ്മൾ പിള്ളേരാകുമ്പോൾ എന്ത് ചെയ്യും, അച്ഛൻ്റെ കംപ്ലൈൻറ്റ് നമ്മുടെ അടുത്ത് പറയും, അമ്മയുടെ കംപ്ലൈൻറ്റ് ഒന്നും അച്ഛൻ്റെ അടുത്ത് പറയും. പക്ഷെ അവർക്ക് അതൊന്നും അവരെ ബോധർ, അവർ കേൾക്കും. പക്ഷെ മേ ബി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്രണ്ട് ചെയ്യില്ല. ഇതെല്ലാം അവരുടെ ക്ലോസ് വാൾസിനുള്ളിലായിരിക്കും. ആ ബോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതൊരു ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ്, ആ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം നിർത്തി. ഇപ്പം ഞാൻ വളരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കില്ല എൻ്റെ ഫ്യൂച്ചർ പാർട്ട്ണർ വളർന്നിട്ടുണ്ടാവുക. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല. അപ്പോൾ റൈറ്റ് പാർട്ട്ണർ എന്ന് പറയുമല്ലോ, ഈ റൈറ്റ് എന്നുള്ള ക്രൈറ്റീരിയ എന്താണ്? വാട്ട് ഇസ് ദാറ്റ് അപ്മോസ്റ്റ് ക്വാളിറ്റി? മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഫീലിംഗ് റെസ്പെക്റ്റഡ്. നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ. എനിക്ക് എന്തും ചെന്ന് വെൻറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പക്ഷെ എപ്പോഴും ഞാൻ നോക്കുന്നത് അയാളുടെ ഇമോഷണൽ ഫേസ് എന്താണെന്ന് നോക്കിയിട്ടല്ല. അല്ലാതെ അയാൾ സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത്, അയാൾ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് എൻ്റെ വിഷമങ്ങൾ പറയാൻ പാടില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം, മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പം ഞാൻ വളരുന്ന സാഹചര്യം വേറെ ആയിരിക്കും, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വളർന്നിട്ടുള്ള സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്തിട്ട് ആ ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഈവൻ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരാണെങ്കിലും, പേരൻസ് ആയിട്ടാണെങ്കിലും, ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്, പ്രോപ്പർ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ബൗണ്ടറീസ് എന്നുള്ള വാക്ക് ഇപ്പോൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻഫാക്ട് ഒരു ഇൻ്റർവ്യൂവിൽ ആരോ ചോദിച്ചപ്പോൾ യു സെഡ് ഫ്രണ്ട്ഷിപ്സിലും, അത് ഇൻഫാക്ട് മീനാക്ഷിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നമിത പറയുന്നുണ്ട്, എൻ്റെ മീനാക്ഷിയുടെ ഫ്രണ്ട്ഷിപ്പിൽ വളരെ ക്ലിയർ ബൗണ്ടറീസ് ഉണ്ട്. ടെൽ മീ അബൌട്ട് ബൗണ്ടറീസ് ഇൻ ഫ്രണ്ട്ഷിപ്സ്. വാട്ട് ഡു യു മീൻ ബൈ ബൗണ്ടറീസ് ഇൻ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ബൗണ്ടറീസ് ഇൻ ജനറൽ? അത് എന്താണ്, ആ കോൺസെപ്റ്റ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വൽസും വരുന്ന അവരുടെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമാണ്. ഇപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാത്തിനും എപ്പോഴും കൂടെ ഉണ്ടാവും, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു.
നമ്മളെല്ലാവരും വളർന്നു വരുന്ന സാഹചര്യത്തിൽ അതൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അത് മാറും. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഓരോ ഫ്രണ്ട്സിനും ഓരോ പേർപ്പസ് ആണുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പല ഫ്രണ്ട്സുമായിട്ടാണ്. ഇപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് ഐ ഡു ഹാവ് കുറേ ഫ്രണ്ട്സ് അല്ല, വളരെ കുറച്ച് സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റെ സ്പേസ് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുക, കാരണം എല്ലാവരും കല്യാണം കഴിഞ്ഞവരാണ്, കുട്ടികളുള്ളവരാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഐ ജസ്റ്റ് ടെക്സ്റ്റ് ദം, ഫ്രീ ആകുമ്പോൾ വിളിക്കോ, ഐ വോണ്ട് ടു ഡിസ്കസ് തിങ്സ് വിത്ത് യു. ഞാൻ അങ്ങനെ ക്ലിയർലി ടെക്സ്റ്റ് ചെയ്യും. അപ്പം എനിക്ക് തിരിച്ച് ടെക്സ്റ്റ്, മാഡം ഇന്ന് ഞാൻ ഫ്രീ അല്ല, നാളെ ഐ ക്യാൻ കോൾ യു ബാക്ക്. കാരണം അവർക്ക് ഓൾറെഡി അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർ ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ചേച്ചി, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ട് ഒരു റെസ്പെക്ട് ഫീൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും. ഇറ്റ്സ് വെരി നൈസ്. On that note, we'll take a game. Yes. Okay? Yes. This is a very simple card game. My friend Vanessa designed this. And ഇതിനകത്ത് കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അനക്ഡോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. Okay. ഓക്കെ, യു ക്യാൻ ചൂസ് വിച്ച് എവർ. ഞാൻ ഈ ഷഫിൾ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ബോറാണ്. Look into it and decide. ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് ഡിസൈഡ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഒത്തിരി ഇരുന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കുമോ, അതോ പെട്ടെന്ന് ഗട്ട് ഇൻസ്റ്റിങ് ആ ഒരു ഫീലിങ്ങിന്റെ ബേസിസിൽ? ഞാൻ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ, എനിക്ക് അങ്ങനത്തെ ചില വട്ടത്തരമുണ്ട് കേട്ടോ. ഇൻറ്റ്യൂഷൻ എന്താണ്? ഇൻറ്റ്യൂഷൻ ഇൻ ദ സെൻസ്, ഇപ്പം എനിക്ക് ചില ആളുകളെ കാണുമ്പോൾ ഇറ്റ്സ് നോട്ട് ബീങ് ജഡ്ജ്മെന്റൽ. ചില സിറ്റുവേഷൻസ് പോകുമ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പം ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഇത് തോന്നൂല, ഇത് പണിയാവും, ഇത് പ്രശ്നമാവും, അല്ലെങ്കിൽ ഇന്നൊരാളുടെ അടുത്ത് നമുക്ക് ആ ഒരു കണക്ഷൻ വെക്കണ്ട. ഇറ്റ്സ് നോട്ട് ബീങ് ജഡ്ജ്മെന്റൽ ക്ലിയർലി. പക്ഷെ ഒരു ഇത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല എന്ന് ഉള്ളിലൊരു എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എനിക്ക് ഇൻറ്റ്യൂഷൻസ് എന്നെ ഇതുവരെ ചതച്ചിട്ടില്ല. Anyways, one. Say sorry first. Say sorry Yes. first. Yes. Sorry പറയോ? Yes, very much. ഞാൻ ഭയങ്കരമായിട്ട് ഫോർഗീവ് ചെയ്യുന്ന ആളാണ്. ഓക്കെ. ഞാൻ ഭയങ്കരമായിട്ട് കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഫോർഗീവ് ചെയ്യും. എനിക്ക് ആളുകളെ ഒരുപാട് വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ഒരാളെ വിഷമിപ്പിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സോറി പറയാൻ ഒരു ഹെസിറ്റേഷനും ഇല്ല. ഇപ്പം ഞാനും ഇപ്പം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് അടി കൂടുന്നത് വളരെ കുറവാണ്. ഞാൻ അങ്ങനെ അടി കൂടാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അടി കൂടുന്നത് എൻ്റെ അമ്മയും അച്ഛനുമായിട്ടാണ്. ഭയങ്കരമായിട്ട് വഴക്കിടാറുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ വഴക്കിടാറുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് സ്റ്റബാണ് ബേസിക്കലി. ഞാൻ പീസ് ആഗ്രഹിക്കുന്ന ആളാണ്, ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ബേസിക്കലി ഐ എം എ വെരി സ്റ്റബേൺ പേഴ്സൺ ഡീപ്പ് ഇൻസൈഡ്. ബട്ട് ഐ ഫോർഗിവ് പീപ്പിൾ ഡു. ഇപ്പം എന്തെങ്കിലും നമ്മളടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊരു ദിവസം മതി, ഞാനത് ഓക്കെ പോട്ടെ സാരില്ല എന്ന് പറഞ്ഞ് വിടും. ബട്ട് ഹൗ ഡു യു ഡീൽ വിത്ത് പീപ്പിൾ ഹു ഹേർട്ട് യു? കാരണം അത് ചിലപ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാർ വീണ്ടും ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ നമുക്ക്. ആണ് ചേച്ചി, പക്ഷെ ഞാൻ അങ്ങനെ ഫോർഗീവ് ചെയ്യും. ഞാൻ അങ്ങനെ എൻ്റെ സ്വഭാവം അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ മേ ബി ഞാൻ ആ സെക്കൻഡ് ചാൻസ് കൊടുക്കണമെന്നില്ല. ഹാസ് എനിവൺ ബ്രോക്കൺ യുവർ ഹാർട്ട് എവർ? കാരണം ഇത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ട് വളർത്തിയ കുട്ടിയാണ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും ഒന്ന് ഹാർട്ട് ബ്രേക്ക് ചെയ്യാനുണ്ട് ഇൻ എ റിലേഷൻഷിപ്പ്? ഐ ആം ആസ്കിങ്. യെസ്, ഓഫ് കോഴ്സ് യെസ്. എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. എഗൈൻസ്റ്റ് ദ വാൾ ഓഫ് യുവർ പേരൻസ്? യെസ്, I've had ഭയങ്കര traumatic heartbreaks. Yeah, it's fine. But what did you learn from it? Boundaries, setting boundaries. Setting boundaries. Yes. And loving yourself as well. Yes. It's not about പ്രേമം അങ്ങനത്തെ ഒന്നുമല്ല. എനിക്കിപ്പം പീപ്പിൾ, ആളുകളാണ്, മനസ്സിലായില്ലേ? എനിക്ക് പ്രേമം മണ്ണാങ്കട്ടേക്ക് ഒന്ന് പോയാൽ അടുത്ത് വരും, അത്രേ ഉള്ളൂ. ദാറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് മൈ വേൾഡ്. അങ്ങനത്തെ സംഭവം ഒന്നുമല്ല. പക്ഷെ ഈ ആളുകളുടെ നഷ്ടപ്പെടുന്നത്, ഇപ്പൊ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോ പോയിട്ടുള്ള സിറ്റുവേഷൻസ്, ചേഞ്ചസ്, നമ്മുടെ യുനോ സറൗണ്ടിങ്സ് ചേഞ്ചസ്, വെൻ യു സീ യുവർ പേരൻസ് ഗെറ്റിംഗ് ഓൾഡ്. മനസ്സിലായോ? It's not a person. It's not just one person. You know that change.
നമ്മുടെ റിലേഷൻഷിപ്പ് ഞാൻ പലപ്പോഴും പറയുമ്പോൾ എനിക്ക് വിഷമാവുമ്പോൾ എല്ലാവരും വിചാരിക്കും റിലേഷൻ്റെ കാര്യമാണോ ഈ സംസാരിക്കുന്നതെന്ന്. ഇറ്റ്സ് നോട്ട് അബൌട്ട് റിലേഷൻഷിപ്സ്. നമ്മുടെ ഹാർട്ട് ബ്രേക്കിന് ഒരു പ്രണയത്തിനെ കൊണ്ടൊന്നും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലവ്. എനിക്ക് ചേഞ്ച് ആണ് ഏറ്റവും കൂടുതൽ. മനസ്സിലായില്ല, വാട്ട് യു മീൻ ബൈ ചേഞ്ച്? ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്സ് ഈ പോയി വരിക അങ്ങനത്തെ സംഭവങ്ങൾ റിലേഷൻഷിപ്പ് ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ നമുക്കിപ്പോൾ ചേഞ്ച് ഇല്ലേ, നമ്മളുടെ പേരൻസ് നമുക്കൊരു ഇൻഡിപെൻഡൻസ് തരുമ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന നമ്മൾ അത് വിടും. അത് വിടുന്നത് ഒരു ചേഞ്ച് ആണ്. അവർക്ക് വെൻ ദ ബിക്കമിങ് ഓൾഡ് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് ചേച്ചിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ സിസ്റ്റർ, ഷീസ് നോട്ട് ഹിയർ, ഷീസ് ഇൻ ദ UK. എനിക്കത് ഭയങ്കര വിഷമമാണ്. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്, പക്ഷെ എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഹൗ ഇസ് ഷീ ഡൂയിങ്? ഷീസ് ഗുഡ്, ഷീസ് വെരി ഹാപ്പി. ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അത് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യമല്ല, അതാണ് എനിക്ക് പെട്ടെന്ന് വിഷമമായ. കാരണം ഒരൊറ്റ പേഴ്സൺ റിലേഷൻഷിപ്പ് ഒന്നും അല്ല എൻ്റെ പ്രശ്നം. എനിക്ക് ഇമോഷൻസ്, ആളുകളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് അത് ഒരുപാടായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ഷുഡ് സെറ്റ് ബൗണ്ടറീസ്. ഓക്കെ, ഐ ഗെറ്റ് ഇറ്റ്. ആൻഡ് യു ആർ ഇൻ എൻ ഇൻഡസ്ട്രി വെയർ വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ആണ്. കറക്റ്റ്. More than you know. There's so much more to Namita than what we know. About me, yes, I told you I'm an overthinker. I'm a very stubborn person. I cry very easily. പക്ഷെ ഞാൻ അത് കുറച്ച് നാൾക്ക് മുന്നേ, ഒരു 6 മാസം മുന്നേ അത് നിർത്താൻ ശ്രമിച്ചതായിരുന്നു. ഐ വാസ് വെരി സെൻസിറ്റീവ് ബിഫോർ ദാറ്റ്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ബോൾഡായി. പക്ഷെ ചിലപ്പോൾ മേ ബി ഹോർമോണൽ ആൻഡ് ഓൾസോ അക്സെപ്റ്റൻസ്. നമ്മളിങ്ങനെയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ദിസ് ഇസ് ഹൗ യു ആർ. You have to embrace yourself one way or the other. Yes. അതെ. And that's also part of growth. But I'm very happy. Like, I'm very happy about myself. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്. കാരണം ഞാൻ കുറേ ലെയേഴ്സ് പോയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. And I feel very proud of myself. Very proud. ഇപ്പം ഞാൻ ആരൊക്കെ എന്നെ ജഡ്ജ് ചെയ്താലും, ആരൊക്കെ എന്ത് എന്നെക്കുറിച്ച് പറഞ്ഞാലും അതൊന്നും എന്നെ ബോദർ ചെയ്യുന്നേ ഇല്ല. എൻ്റെ ജേർണി എന്താണെന്ന് എനിക്ക് കറക്റ്റ് നന്നായിട്ട് അറിയാം. That's nice. It's not about that actually. Yeah, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കണ്ണ് നിറഞ്ഞില്ലേ. അത് റിലേഷൻഷിപ്പ് അല്ല, പ്ലീസ്. ഇവിടുത്തെ അത് കഴിഞ്ഞിട്ട് ധനിച്ചിയുടെ ഇന്റർവ്യൂ ഒക്കെ വന്നു കഴിയുമ്പോൾ നമിത കരഞ്ഞു. റിലേഷൻഷിപ്പിനെ ഇപ്പോഴും നെഞ്ച് എന്താ പറയാ, ആരെക്കാത്താണ് ഇരിക്കുന്നത്, നോവുന്ന ഹൃദയം. I'm surprised because പെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കണ്ണു പറയും. And that was not about a relationship breakup, about change actually. Yes, it's about change. ജീവിതത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അത് ആക്സെപ്റ്റ് ചെയ്യണം. ചിലത് നല്ല ചേഞ്ചസ് ഉണ്ടാവും, ചിലത് കുറച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ we need to embrace. That's how life works. Yeah. One more card. Unadvisable. Okay, you can tell me what is the best piece of advice you got? ഞാൻ ഒരു മനുഷ്യന്റെ അഡ്വൈസ് കേൾക്കൂല. അച്ഛൻ്റെ, അമ്മയുടെ ഒന്നും. അവർക്കറിയാം, അവർ പറയും, അഡ്വൈസ് ചെയ്തിട്ട് പറയും സ്വന്തം ഇഷ്ടത്തിനല്ല എല്ലാം ചെയ്യാറുള്ളൂ, എല്ലാം ചെയ്യുള്ളൂ എന്നറിയാം. ഞാനും അങ്ങനെ അഡ്വൈസ് കൊടുക്കാറില്ല. ഞാൻ കൊടുക്കുമായിരുന്നു, പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ അഡ്വൈസ് എടുക്കുന്നത് വലിയ ഇഷ്ടമല്ല. ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനെയൊക്കെ, നമുക്ക് അത്രയും ഫ്രീഡത്തോടു കൂടി എൻ്റെ അനിയത്തിനൊക്കെയല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നു, ഞാൻ ചെയ്തോളാം. അപ്പോൾ എനിക്ക് മനസ്സിലായി വളർന്നു, അവള് ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പം ഞാൻ ആർക്കും അഡ്വൈസ് കൊടുക്കാറുമില്ല, ഞാൻ എടുക്കാറുമില്ല. സ്വന്തം ജീവിതം മര്യാദയ്ക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, എന്താണ് വേണ്ടതെന്നുള്ള ഇറ്റ്സ് ഓക്കെ, ഈവൻ ഇഫ് യു കമ്മിറ്റ് മിസ്റ്റേക്സ് ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഗ്രാജുവലി നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, നമുക്ക് എന്താ വേണ്ടത്, റൈറ്റ് ഓർ റോങ് എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കൊണ്ടുവരിക. അത് സമയം എടുത്താലും കുഴപ്പമില്ല. ഐ ആം ഡാഷ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഡാഷ് യു ക്യാൻ ഫിൽ ഇറ്റ് അപ്പ് വിത്ത് എനി വേർഡ്. ഐ ആം നമിതയ്ക്ക് പകരം
എന്തെങ്കിലും മാറ്റം, ഒരു ഡിഫറെന്റ് വേർഡ് യൂസ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കും? ഐ എം സ്ട്രോങ്. ഐ എം സ്ട്രോങ്. ഐ എം സ്ട്രോങ്. ഐ എം ഇൻഡിപെൻഡൻറ്റ്. ആ, ആൻഡ് ഐ എം ഇവോൾവിങ് ആസ് എ ബെറ്റർ പേഴ്സൺ ഡേ ബൈ ഡേ. ഇത് കുറച്ച് നാൾക്ക് മുന്നേ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വെറുതെ ക്ലീശയായിട്ട് ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞേനെ. കാരണം ആസ് ദിസ് ഇസ് എൻ ഇൻ്റർവ്യൂ, എനിക്ക് എന്നെ പ്രസൻറ്റബിൾ ആക്കി സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു 3 കാര്യം വെറുതെ പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ ഞാനത് പറയുന്നത് ജെന്യുവൻലി ഫ്രം മൈ ഹാർട്ട്. ഐ എം ടെല്ലിങ് യു ദിസ്. ഐ ഫീൽ ദാറ്റ് ഐ ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി. കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു. കുറേ എക്സ്പോഷർ എനിക്ക് കിട്ടി. ഇപ്പം ആര് എന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കില്ല എന്നുള്ളൊരു രീതിയിലായി. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. that's amazing. അപ്പം before you leave, I want to give you a small gift from the I am team. താങ്ക് യു. This is a product, തേങ്ങ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. അതിനകത്ത് they use coconut shell യൂസ് ചെയ്തിട്ട് It's beautiful. ഉണ്ടാക്കുന്ന It's കട്ട്ലറി beautiful. ആൻഡ് candles ആണ്. Oh, So thank thank you you. so much for coming. It was lovely talking to you. thank you. Same here. Thank you. Thank you.